BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി. നമസ്കാരം, BMC റേഡിയോ മലയാളം വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ ധനുകൃഷ്ണ. ജില്ലാ ആശുപത്രിയിലെ ഓപ്പറേഷൻ തിയേറ്റർ അടച്ചിട്ടത് മൂലം ഗർഭിണികളും രോഗികളും ദുരിതത്തിലായി. ജനറേറ്ററിന്റെയും വൈദ്യുതി വിതരണ ശൃംഖലയുടെയും തകരാർ പരിഹരിക്കുന്നതിനാണ് ഈ മാസം 24 വരെ തിയേറ്റർ അടച്ചിടുന്നതെന്നാണ് ആശുപത്രി അധികൃതർ പറയുന്നത്. എന്നാൽ ഏതാനും നാളായി ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തിക്കുന്നില്ലെന്നാണ് രോഗികൾ ആരോപിക്കുന്നത്. വൈദ്യുതി തകരാർ പരിഹരിക്കാൻ തുടക്കത്തിൽ ഒരു നടപടിയും കൈക്കൊള്ളാതിരുന്നതാണ് പ്രശ്നം കൂടുതൽ വഷളാകാൻ ഇടയാക്കിയത്. ആശുപത്രിയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾ നോക്കാൻ പോലും ഉത്തരവാദിത്തമുള്ളവർ ഉണ്ടാകാറില്ലെന്നും ആക്ഷേപമുണ്ട്. 6 കോടി മുടക്കി അത്യാധുനിക സൗകര്യങ്ങളുള്ള ഓപ്പറേഷൻ തിയേറ്ററുകളാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. ഈ സൗകര്യങ്ങളാണ് വൈദ്യുതിയുടെയും ജനറേറ്ററിന്റെയും സാങ്കേതിക കാരണങ്ങൾ പറഞ്ഞ് അടച്ചുപൂട്ടിയിരിക്കുന്നത്. ജില്ലാ പഞ്ചായത്ത് വാർഷിക പദ്ധതിയിൽ 30 ലക്ഷം രൂപ വകയിരുത്തി പുതിയ ജനറേറ്റർ വാങ്ങാൻ തീരുമാനിച്ചത് സൂപ്രണ്ടിന്റെയും ഉദ്യോഗസ്ഥരുടെയും അനാസ്ഥ മൂലം നടന്നില്ലെന്നും ആരോപണമുണ്ട്. 227 രോഗികളെ കിടത്തി ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളും ജീവനക്കാരുള്ള ഈ ആശുപത്രിയിൽ 60ഓളം രോഗികളെ മാത്രമേ ഇപ്പോൾ കിടത്തി ചികിത്സിക്കുന്നുള്ളൂ. 2 കോടി രൂപ ചെലവഴിച്ച് നിർമ്മിച്ച വയോജനങ്ങൾക്കുള്ള വാർഡ് 2023 ആരോഗ്യമന്ത്രി വീണ ജോർജ് ഉദ്ഘാടനം ചെയ്തിരുന്നു. എന്നാൽ പ്രവർത്തനം ഇതുവരെ ആരംഭിച്ചില്ല. 2 കോടി രൂപ മുടക്കി നവീകരിച്ച പ്രസവ വാർഡും പ്രവർത്തിക്കുന്നില്ല. അത്യാഹിത വിഭാഗത്തിലടക്കം മതിയായ ഡോക്ടർമാരുമില്ല. ഓപ്പറേഷൻ തിയേറ്റർ അടച്ചതിൽ പ്രതിഷേധിച്ച് SDPI പ്രവർത്തകർ ആശുപത്രിയിൽ ഉപരോധ സമരം നടത്തി. SDU ജില്ലാ പ്രസിഡന്റ് റഷീദ് അടയപ്പുറം, SDPI ജില്ലാ കമ്മിറ്റി അംഗം NK നൌഷാദ്, പാർട്ടി ആലുവ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് KM അബു, സെക്രട്ടറി ആഷിഖ് 4 മൈൽ, മണ്ഡലം കമ്മിറ്റി അംഗങ്ങളായ ജെയിംസ് ഫ്രാൻസിസ്, മുഹമ്മദ് അലി മലയപ്പിള്ളി, കുഞ്ഞു മുഹമ്മദ് ചൂർണിക്കര, ഫെമിർ ഉമ്മർ, സജീവ് കോമ്പാറ എന്നിവർ നേതൃത്വം നൽകി. 21-നകം ഓപ്പറേഷൻ തിയേറ്റർ പ്രവർത്തനം പുനരാരംഭിക്കുമെന്ന അസിസ്റ്റന്റ് സൂപ്രണ്ടിന്റെ ഉറപ്പിന്റെ അടിസ്ഥാനത്തിൽ ഉപരോധം അവസാനിപ്പിച്ചു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് സ്ഥലം മാറി വന്നവരുടെ പേര് വിവരങ്ങളാണ് അന്തർ സംസ്ഥാനത്തെ ഭാഷയിൽ വോട്ടർ പട്ടികയിൽ വന്നിട്ടുള്ളതെന്ന് കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. വോട്ടർ പട്ടികയിൽ വ്യത്യസ്ത ഭാഷകളിലെ പേരുകൾ ശ്രദ്ധയിൽപ്പെട്ടയുടനെ മുഖ്യ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥനെ അറിയിക്കുകയും തെരഞ്ഞെടുപ്പ് ദിനത്തിൽ പോളിംഗ് ബൂത്തിൽ നൽകുന്ന അന്തിമ വോട്ടർ പട്ടികയിൽ മറ്റു ഭാഷയിലെ പേരുകൾ മാറ്റി മലയാളത്തിലുമാക്കി. 2024 ഏപ്രിൽ 4 അന്തിമ വോട്ടർ പട്ടിക പ്രസിദ്ധീകരിച്ചിരുന്നു. ഇതിനുശേഷം സ്ഥലം മാറിപ്പോയവർ, അസന്നിഹിതർ, മരണപ്പെട്ടവർ എന്നിവരുടെ പട്ടിക ബൂത്ത് ലെവൽ ഓഫീസർ മുഖേന എടുത്ത് പോളിംഗ് സ്റ്റേഷനിൽ ഉദ്യോഗസ്ഥർക്ക് നൽകുന്നതാണ്. ഇതുമൂലം ഈ പട്ടികയിലുള്ളവരെ തെരഞ്ഞെടുപ്പ് വോട്ടെടുപ്പിൽ നിന്നും മാറ്റി നിർത്തുമെന്നും കളക്ടർ NSK ഉമേഷ് അറിയിച്ചു. പെരുമ്പാവൂർ പ്ലാസ്റ്റിക് കമ്പനിയിലുണ്ടായ തീപിടുത്തത്തിന് പിന്നിൽ 2 തൊഴിലാളികളാണെന്ന് ഉടമകൾ. കഴിഞ്ഞ 9-ന് ചേലാമറ്റം പോളിപ്ലാസ്റ്റ് എന്ന ചെയർമാൻ ചെയർ കസേര നിർമ്മാണ കമ്പനിയിൽ ഉണ്ടായ അഗ്നിബാധയ്ക്ക് പിന്നിൽ 2 അന്തർ സംസ്ഥാന തൊഴിലാളികളാണെന്ന് CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ തെളിവുകളോടെ ഉടമകൾ പരാതി നൽകി. തീപിടുത്ത സ്വഭാവമില്ലെന്ന സംഭവമുണ്ടായ ദിവസം തന്നെ അഗ്നിരക്ഷാ ഉദ്യോഗസ്ഥർ സൂചന നൽകിയിരുന്നു. ഷോർട്ട് സർക്യൂട്ടോ തീപിടിക്കാനുള്ള മറ്റ് സാഹചര്യങ്ങളോ കെട്ടിടത്തിനകത്തും പുറത്തും ഉണ്ടായിരുന്നില്ല. ഇതേ തുടർന്ന് കമ്പനിയിലെ CCTV ദൃശ്യങ്ങൾ പരിശോധിച്ചു വരികയായിരുന്നു. തുടർന്നാണ് കത്തിക്കുന്ന രംഗങ്ങൾ ലഭിച്ചത്. പോലീസ് പരിശോധനയിലും ഇത് സ്ഥിരീകരിച്ചു. 2 പേരിൽ ഒരാൾ മാലിന്യം കത്തിച്ച് കസേര കൂട്ടത്തിലേക്ക് ഇട്ട ശേഷം ഓടുന്നതും ഉടനെ തീ ആളി കത്തുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. അഗ്നിബാധയിൽ 4 നിലകൾ നിർമ്മിച്ചിരുന്ന ഗോഡ് അകത്തുണ്ടായിരുന്നു. കസേരകളും കത്തിയമർന്നു. പുറത്ത് പാർക്ക് ചെയ്തിരുന്ന 3 ലോറികൾ അഗ്നിക്കിരയായി. 3 കോടിയുടെ നഷ്ടമാണ് കണക്കാക്കുന്നത്. ദൃശ്യങ്ങളിൽ വ്യക്തമായവരെ പോലീസ് തിങ്കളാഴ്ച രാവിലെ സ്റ്റേഷനിലേക്ക് കൊണ്ടുപോയെങ്കിലും രാത്രി 8ഓടെ കമ്പനിയുടെ പുറത്തിറക്കി വിട്ടതായി ഉടമകൾ പറയുന്നു. അകത്തേക്ക് കയറാൻ സെക്യൂരിറ്റി വിസമ്മതിച്ചു. പ്രതികളെന്ന് വ്യക്തമില്ലാത്തതുകൊണ്ടാണ് വിട്ടതെന്നായിരുന്നു പോലീസിന്റെ വിശദീകരണം. കോവിഡാനന്തര കാലഘട്ടത്തിൽ ജീവിതശൈലി രോഗങ്ങളുള്ളവർക്ക് സന്തുലിതമായ ആരോഗ്യ പരിപാലനത്തിന് ആലുവയ്ക്കടുത്ത് തോട്ടക്കാട്ടുകര ജംഗ്ഷനിൽ ഹീൽ ലൈഫ് തുറന്ന പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ഫിസിയോതെറാപ്പി, സൈക്കോളജി, ആയുർവേദ ചികിത്സകൾക്കായി 8089011772 ബന്ധപ്പെടാവുന്നതാണ്. വനിതാ ഡോക്ടറെ പീഡിപ്പിച്ച കേസിൽ പ്രതിയായ ഇൻസ്പെക്ടർ മരിച്ച നിലയിൽ. തിരുവനന്തപുരം നെടുമങ്ങാട് സ്വദേശി MV സൈജു ആണ് മരിച്ചത്. കൊച്ചി അംബേദ്കർ സ്റ്റേഡിയത്തിന് പരിസരത്തെ മരത്തിൽ ഇയാളെ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുകയായിരുന്നു. നേരത്തെ ഇയാൾ പീഡന കേസിൽ വ്യാജരേഖകൾ സമർപ്പിച്ച ജാമ്യം നേടിയത് ഹൈക്കോടതി റദ്ദാക്കിയിരുന്നു. ഇതിന് പിന്നാലെ അറസ്റ്റ് ചെയ്യാൻ ക്രൈംബ്രാഞ്ച് ശ്രമിക്കുന്നതിനിടെയാണ് തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മലയൻകീഴ് സർക്കിൾ ഇൻസ്പെക്ടർ ആയിരിക്കെയാണ് സൈജുവിനെതിരെ ഒരു വനിതാ ഡോക്ടറും മറ്റൊരു യുവതിയും പോലീസിൽ പീഡന പരാതി നൽകിയത്. പരാതിയുമായി എത്തിയ ഡോക്ടറെ സൗഹൃദം നടിച്ച് വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നതായിരുന്നു പരാതി. ഈ കേസിൽ ജാമ്യം ലഭിക്കാൻ പോലീസ് GD രജിസ്റ്ററിൽ സൈജു കൃത്രിമം കാണിച്ചതും പിന്നീട് കോടതി കണ്ടെത്തി ജാമ്യം റദ്ദാക്കിയിരുന്നു.
ഫോർട്ട് കൊച്ചിയിൽ പലസ്തീൻ ഐക്യദാർഢ്യ ബാനർ വിദേശികൾ തകർത്ത സംഭവത്തിൽ പോലീസ് കേസെടുത്തു. വിദ്യാർത്ഥി സംഘടനയായ SIOവിന്റെ നേതൃത്വത്തിൽ നടത്തിയ പ്രതിഷേധത്തിനൊടുവിലാണ് പോലീസ് നടപടി. ഫോർട്ട് കൊച്ചി ചിങ്കാർ പരിസരത്ത് SIO സ്ഥാപിച്ച പലസ്തീൻ ഐക്യദാർഢ്യ ബാനർ ഇസ്രായേൽ അനുകൂല വിദേശ വനിതകൾ തകർത്തത് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പരാതി ലഭിച്ചിട്ടും ആദ്യഘട്ടത്തിൽ പോലീസ് നടപടിയെടുത്തില്ല. പിന്നീടാണ് ഓസ്ട്രിയ സ്വദേശിയായ വനിതയെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. തെളിവുകൾ ലഭിച്ചിട്ടും പോലീസ് കേസെടുക്കാൻ തയ്യാറായില്ലെന്നാരോപിച്ച് സ്റ്റേഷന് മുന്നിൽ ഇന്നലെ രാത്രി വൈകിയും SIOവിന്റെ നേതൃത്വത്തിൽ നാട്ടുകാർ പ്രതിഷേധിച്ചിരുന്നു. ഇതിന് പിന്നാലെയാണ് പോലീസ് കേസെടുത്തത്. മറ്റൊരു യുവതിയും സംഭവത്തിൽ പങ്കാളിയായിരുന്നു. എന്നാൽ ഇവരെ കസ്റ്റഡിയിൽ എടുത്തിട്ടില്ല. കൊച്ചി നഗരത്തിൽ ചുറ്റിക്കറങ്ങാൻ ഇലക്ട്രിക് സ്കൂട്ടർ ഇനി വാടകയ്ക്ക് കിട്ടും. സിക്കോ മൊബിലിറ്റി എന്ന സ്റ്റാർട്ടപ്പ് കമ്പനിയാണ് പുതിയ ആശയവുമായി രംഗത്തെത്തിയിരിക്കുന്നത്. കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയം, മറൈൻ ഡ്രൈവ്, ബ്രോഡ്വേ എന്നിവിടങ്ങളിൽ നിന്ന് ഇലക്ട്രിക് സ്കൂട്ടർ വാടകയ്ക്ക് എടുക്കാം. പൂർണ്ണമായും മൊബൈൽ ആപ്പ് വഴിയാണ് പ്രവർത്തനം. യുലു എന്ന മൊബൈൽ ആപ്പ് വഴി പേയ്മെന്റ് ചെയ്ത് QR കോഡ് സ്കാൻ ചെയ്താൽ വാഹനം അൺലോക്ക് ആകും. അരമണിക്കൂർ ഉപയോഗത്തിന് 100 രൂപയാണ് നിരക്ക്. 1 മണിക്കൂറിന് 140 രൂപയും 24 മണിക്കൂറിന് 500 രൂപയുമാണ് നിരക്ക്. പൂർണ്ണമായും കാർബൺ രഹിതമായാണ് യുലു സ്കൂട്ടർ പ്രവർത്തിക്കുന്നത്. ബാറ്ററി ചാർജിംഗ്, സോളാർ വൈദ്യുതിയാണ് ഉപയോഗിക്കുന്നത്. രജിസ്ട്രേഷൻ ആവശ്യമില്ലാത്ത വാഹനങ്ങൾക്ക് ലൈസൻസും ആവശ്യമില്ല. സ്കൂട്ടറിൽ ചാർജ് തീർന്നാൽ സ്കൂട്ടറിൽ തന്നെ അത് കാണിക്കും. ഇവിടെ വെച്ച് ചാർജ് തീർന്നു അവിടെ സ്കൂട്ടർ വെച്ചാൽ യുലു പ്രതിനിധികൾ എത്തി സ്കൂട്ടർ എടുത്തുകൊണ്ടുപോകും. ആദ്യഘട്ടത്തിൽ 50 ഇലക്ട്രിക് സ്കൂട്ടറുകളാണ് കൊച്ചിയിൽ നിരത്തിലിറങ്ങുന്നത്. അടുത്ത ഘട്ടത്തിൽ ഫുഡ് ഡെലിവറിക്കായും വാടകയ്ക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ലഭ്യമാക്കും. ചാലക്കുടി മണ്ഡലം LDF സ്ഥാനാർത്ഥി പ്രൊഫസർ C. രവീന്ദ്രനാഥിന്റെ വിജയത്തിനായി LDF അങ്കമാലി മണ്ഡലം കമ്മിറ്റി സംഘടിപ്പിക്കുന്ന കലാജാഥ വിവിധ പഞ്ചായത്തുകളിൽ പര്യടനം നടത്തും. കലാജാഥയുടെ ഉദ്ഘാടനം CPIM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം MP പത്രോസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം കമ്മിറ്റി അംഗം KK വത്സൻ അധ്യക്ഷനായി. ഷാജി യോഹന്നാൻ, അഡ്വക്കേറ്റ് ജോസ് തെറ്റയിൽ, അഡ്വക്കേറ്റ് KK ഷിബു, മാത്യൂസ് കോലഞ്ചേരി, ശ്രീനി ശ്രീകാലം എന്നിവർ സംസാരിച്ചു. ശ്രീനി ശ്രീകാലം സംവിധാനം ചെയ്ത സാംസ്കാരിക കലാജാഥ മലയോറ്റൂർ പഞ്ചായത്തിലെ നീലീശ്വരത്തും കമ്പനിപ്പടയിലും പര്യടനം നടത്തി. വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു. അടുത്ത ദിവസങ്ങളിൽ മണ്ഡലത്തിലെ മറ്റു പഞ്ചായത്തുകളിലും പര്യടനം നടത്തും. ഈ വാർത്തയോടുകൂടെ BMC റേഡിയോ മലയാളം വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. അങ്കമാലി പ്രദേശത്തെ കലാവിദ്യാർത്ഥികൾക്ക് സുവർണ അവസരം. ലോക പ്രശസ്ത കലാവിദ്യാലയമായ കൊച്ചിൻ കലാഭവന്റെ അങ്കമാലി ഫ്രാഞ്ചൈസി കരയാമ്പറമ്പിനടുത്ത് എളവൂർ കവലയിലുള്ള സ്പ്രിംഗ്ഫീൽഡ് കെട്ടിടത്തിൽ പ്രവർത്തനം ആരംഭിച്ചിരിക്കുന്നു. ക്ലാസിക്കൽ ഡാൻസ്, സിനിമാറ്റിക് ഡാൻസ്, കർണാട്ടിക് മ്യൂസിക്, സൂംബ ഡാൻസ് എന്നീ വിഷയങ്ങളിൽ പ്രഗത്ഭരായ അധ്യാപകർ ക്ലാസുകൾ നയിക്കുന്നു. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടുക 9995208614. BMC ന്യൂസ് ലൈവ് ഫ്രം കൊച്ചി. മലയാളം വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ്, പവർഡ് ബൈ ഹീൽ ലൈഫ് തോട്ടക്കാട്ടുകര, നസ്രത്ത് വില്ലാസ് ആൻഡ് BMC പ്രൊഡക്ഷൻ അങ്കമാലി.